ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഒരു റെസിപ്പിയും കാര്യമൊക്കെ ആയിട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് വെജിറ്റബിൾസ് ക്ലീൻ ആക്കിയിട്ട് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുക. ഞാനെടുത്തിട്ടത് ലെറ്റ്യൂസ്, ക്യാരറ്റ്, കക്കിരി, പിന്നെ ഒരു തക്കാളി. അങ്ങനെ അത് ക്ലീൻ ആക്കിയതിന് ശേഷം ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്കുള്ള ചിക്കന് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ട് ഒന്ന് വേവിച്ചതാണ്. അതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്കുള്ള ബ്രെഡ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ബ്രെഡ് 2 എണ്ണം ഒപ്പരം വെച്ചതിന് ശേഷം നമ്മൾ പത്തിരിക്കൊക്കെ പരത്തുന്നാരി നല്ലോണം പരത്തിയിരിക്കാം. എന്നിട്ട് ഒരു മൂടിയോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് റൗണ്ട് ഷേപ്പിലുള്ളത് എടുത്തിട്ട് കട്ടാക്കി എടുക്കുക. ഇങ്ങനെ ചെയ്യാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അതിനാണ് ബ്രെഡ് പരത്തിയിട്ട് എടുക്കുന്നത്. അങ്ങനെ ഇതാ എല്ലാ ബ്രെഡും ഞാൻ ആക്കിയെടുത്തിട്ടോ. ഇനി നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാനേ ഉള്ളൂ. പിന്നെ ഇതാ ഞാൻ പറഞ്ഞിട്ടില്ല മധുരത്തിനുള്ള പലഹാരം ഉണ്ടാക്കുന്നുണ്ട്. അത് ഇതാണ് കേട്ടോ. അതിൻ്റെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. മുട്ടൻ്റെ മിക്സിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസ് നന്നായിട്ട് കോട്ട് ചെയ്തിട്ടൊന്ന് പൊരിച്ചെടുക്കാം. പൊരിച്ചെടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതിൻ്റെ മിക്സില്ലേ ഫില്ലിങ് അത് റെഡിയാക്കിയെടുക്കുക. അതിന് വേവിച്ച് വെച്ച ചിക്കനും പിന്നെ ആവശ്യത്തിനുള്ള ഈ കട്ട് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസും ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ കട്ട് ചെയ്തതിന് ശേഷം ടിഷ്യൂ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെക്കാമെന്നുണ്ടെങ്കിലില്ലേ നമ്മൾ ഈ മിക്സ് ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളം വന്നിട്ട് ലൂസായി പോവും. മയോണൈസും കൂടി ഒഴിച്ചു കൊടുത്താൽ അപ്പോൾ ഈ ടിഷ്യൂവിൽ വെച്ചിട്ട് ഈ വെജിറ്റബിൾസിലുള്ള വെള്ളം പോക്കിയതിന് ശേഷം ഇടാമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ഫില്ലിങ് കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് മയോണൈസ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്കുള്ള എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി 1-2 സ്പൂൺ ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഫില്ലിങ് റെഡിയായി. ഇനി നമുക്ക് ഈ ബ്രെഡ് ഒന്ന് പൊരിച്ചെടുക്കാം. കണ്ടോ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ പരത്തിയെടുക്കുകയെന്നുണ്ടെങ്കിൽ ഈ ബ്രെഡ് നല്ല സോഫ്റ്റായിട്ട് നല്ലോണം പൊന്തി വരും. ഉള്ളൊക്കെ നല്ല കറക്റ്റായിരിക്കും. നമ്മൾ പരത്താണ്ട് എടുത്തു കഴിഞ്ഞാൽ ഉള്ളൊക്കെ ഭയങ്കര കട്ടിയായിട്ടുണ്ടാവും. പക്ഷേ ഇങ്ങനെ പരത്തിയെടുക്കുമ്പോൾ നല്ല സോഫ്റ്റാണ് കേട്ടോ. ഈ ബ്രെഡ് കറക്റ്റ് ആ ടെക്സ്ചറിൽ തന്നെ കിട്ടും. അങ്ങനെ ഞാനുള്ള ബാക്കിയുള്ള എല്ലാ ബ്രെഡും ഫ്രൈ ആക്കി എടുക്കാണ് കേട്ടോ. ഇനി ഇത് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ എല്ലാ ബ്രെഡും ഞാൻ കട്ടാക്കി എടുക്കാണ് കേട്ടോ.
ഇനി ഇതിലേക്ക് ആ ഫില്ലിംഗ് ഇല്ലേ അത് ഒന്ന് നിറച്ച് കൊടുക്കാം. അങ്ങനെ ഇത്രയേ ഉള്ളൂ, ബ്രെഡ് പോക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ പറയണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.